ചാമ്പ്യൻസ്, വെൽക്കം ബാക്ക് ടു ലീഡ് യുവർ സെൽഫ് ഫസ്റ്റ്. നമ്മൾ ഒത്തിരി ദിവസമായി ഒരു പ്രൊഡക്റ്റീവ് സ്റ്റഡി വ്ലോഗ് ഇട്ടിട്ടല്ലേ. സോ ഇന്നൊരു പ്രൊഡക്റ്റീവ് ഈവനിങ് വ്ലോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പ്രധാന റീസൺ, ഞാനിപ്പോൾ എക്സാം അടുക്കും തോറും ചെറുതായിട്ട് ഓവർ തിങ്കിങ്ങിലോട്ട് തിരിച്ചു പോകുന്നുണ്ട് എന്നൊരു തോന്നൽ. സോ അതിൽ നിന്നൊക്കെ ഒന്ന് മാറാം, ഈ നൈറ്റൊന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. സോ പിന്നെ വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കാം കുറച്ചുകൂടി കൂടുതൽ. ബിക്കോസ് ഷോർട്സിൽ എനിക്ക് കുറച്ച് സമയം ഞാൻ പറയുമ്പോഴത്തേക്കും സമയം തീരും. ഒന്നാമത് ഐ വാസ് എ ലിറ്റിൽ സ്നെയിൽ വൈൽ ടോക്കിംഗ്. പയ്യെ പറഞ്ഞ് അവിടെ എത്തുമ്പോഴത്തേക്കും സമയം അങ്ങ് കഴിയും. സോ ഇന്ന് നമ്മൾ കൺസിസ്റ്റൻസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ആഫ്റ്റർ ദിസ് വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള എൻ്റെ ലൈഫിൽ ഞാൻ വരുത്തിയ ചെറിയ ചെറിയ ചേഞ്ചസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ാണ് കൺസിസ്റ്റൻസി ഇൻക്രീസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ കൺസിസ്റ്റൻസി വളരെ മോശമായിരുന്നു. വളരെ മോശം ഇൻ ദ സെൻസ്, ഞാനൊരു ദിവസം 12 അവറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 1 വീക്ക് ഒരു 3 ഡേയ്സ് ഒക്കെ ഗ്യാപ്പ് വരും. പിന്നെ ഞാൻ വീണ്ടും 12 10 എത്തും, പിന്നെയും ഞാൻ ഗ്യാപ്പ് വരും. ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു പ്രോഗ്രസ് പോയിക്കൊണ്ടിരുന്നത്. ഫസ്റ്റ് അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഒത്തിരി അങ്ങോട്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും, അതായത് ഞാൻ ഇൻറ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് അടുത്ത ദിവസങ്ങളുടെ ഗ്യാപ്പ് ഡേയ്സ് ആയിട്ട് വരാറുണ്ട്. സോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇൻറ്റൻസിറ്റിക്കല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, കൺസിസ്റ്റൻസിക്കാണ്. അതായത് ഒരു ദിവസം 12 അവർ 10 അവറൊക്കെ പഠിക്കുന്നതിലും എത്രയോ ബെറ്ററാണ് നമ്മൾ ഒരു 4-5 ദിവസം 5 അവർ വെച്ച് പഠിക്കുന്നത്, അല്ലേ, അല്ലെങ്കിൽ 6 അവർ വെച്ച് പഠിക്കുന്നത്. അപ്പം നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഇൻറ്റൻസിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ കൺസിസ്റ്റൻസി ബ്രേക്ക് ആവും. ഈ ബ്രേക്സ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം നമുക്ക് പ്ലാൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പ്ലാൻ ഇൻ ദ സെൻസ്, നമ്മൾ രാവിലെ എണീറ്റിട്ട് ഒരു ടു ഡു ലിസ്റ്റ് ഇട്ട് അങ്ങ് തുടങ്ങലല്ല. നമുക്കൊരു മന്ത്ലി എത്ര പോർഷൻ തീർക്കണം, വീക്കിലി എത്ര തീർക്കണം എന്നത് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഡെയിലി ഇടുക. അപ്പോൾ നമുക്ക് ഡീമോട്ടിവേഷൻ വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഇപ്പോൾ എനിക്ക് ജോഗ്രഫി റിവൈസ് ചെയ്യാനുണ്ട് എന്ന് ഞാൻ വിചാരിച്ച് തുടങ്ങി, ബട്ട് ഞാൻ ചെയ്യാൻ പറ്റില്ല, അതെനിക്ക് ഡീമോട്ടിവേറ്റഡ് ആവും. പക്ഷേ എൻ്റെ ഫുൾ വീക്ക് പ്ലാൻ എൻ്റെ ഉണ്ടെങ്കിൽ ഒരു ദിവസം കുറഞ്ഞാലും അടുത്ത ദിവസം കുറച്ച് കൂട്ടിയെടുത്ത് അങ്ങനെ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് വീക്കിനുള്ളിൽ ഇത്രയും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ഗോൾ ഉണ്ടായിരുന്നെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയണം. ആ പ്ലാനിന് അക്കോർഡിംഗ് ആയിട്ട് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോയാൽ മതി. നമ്മുടെ ഫോക്കസ് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ച് നമ്മൾ പഠിത്തം സ്ലോ ഡൗൺ ചെയ്യോ, നിർത്തി പോവോ, മടുക്കുവോ ഒന്നും ചെയ്യരുത്. ഓക്കെ, നമുക്കൊരു പ്ലാൻ ഉണ്ട്, ആ പ്ലാൻ അങ്ങ് ചെയ്താൽ മതി. സിമ്പിളായിട്ടിരിക്കുക. ഇത്ര ടോപ്പിക്സ് തീർക്കണം, നമുക്കൊരു പ്ലാൻ ഉണ്ട്, അതനുസരിച്ച് തുടങ്ങുക, നിങ്ങൾക്ക് പറ്റുന്നത്രയും ചെയ്ത് അവസാനിപ്പിക്കുക. അത് ഈവൻ 1 അവർ ആണെങ്കിൽ പോലും സ്റ്റാർട്ട് ചെയ്യുക. ഈ സ്റ്റാർട്ട് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ പയ്യെ അത് ഇൻക്രീസ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. 1 അവർ 2 ആക്കാം, വേണമെങ്കിൽ 2 നിങ്ങൾക്ക് 4 ആക്കാം. അങ്ങനെ ഇപ്പോൾ തൽക്കാലം ഒരു 6 അവറെങ്കിലും ഡെയിലി കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുന്നതിലും എത്രയോ ബെറ്ററാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. രണ്ടാമത്തത്, റൂട്ടീൻ പോലെ സെറ്റ് ചെയ്യണം. റൂട്ടീൻ ഇൻ ദ സെൻസ്, നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ബ്രഷ് ചെയ്യുന്നു, നിങ്ങൾ ഒരു സമയമാകുമ്പോൾ ഉറങ്ങുന്നു, അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു റിതം നിങ്ങളുടെ ബോഡി ക്ലോക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, മെലറ്റോണിൻ അതിൻ്റെ പണിയെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം അതുപോലെ ഒരു ഹാബിറ്റാക്കി മാറ്റണം പഠനവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 9 to 5 ജോബ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ആ സമയത്താകുമ്പോൾ അവിടെ ലോഗിൻ ചെയ്യുന്നു, തിരിച്ച് നിങ്ങൾ ഈവനിങ് എത്തുന്നു, അതുവരെ നിങ്ങൾ പ്രൊഡക്റ്റീവ് ആയിരിക്കും, അല്ലേ. സോ നമ്മളൊരു ജോബൊക്കെ കളഞ്ഞിരിക്കുന്ന ആളാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ വർക്കിംഗ് ഹവേഴ്സ് തന്നെയാണ് ഈ 9 to 5, അല്ലേ. സോ അങ്ങനെ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിച്ചെടുക്കുക. 9 ആണെങ്കിൽ 9, ഏർലി മോർണിംഗ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ അതേപോലെ ഒരു എൻഡിങ് ടൈമും വെക്കുക. ഈ ഒരു ടൈമിനുള്ളിൽ പറ്റുന്നത്ര ട്രൈ ചെയ്യുക. ഇതിപ്പോൾ ഒരു എക്സ്ട്രാ സാധനമാണെന്ന് വിചാരിക്കേണ്ട, നിങ്ങളൊരു റുട്ടീൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുക. സ്റ്റാർട്ടിങ്ങിൽ പയ്യെ തുടങ്ങുക, പിന്നെ ഹവേഴ്സ് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെ ഹാബിറ്റ് ആക്കിയാൽ തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എക്സ്റ്റേണൽ മോട്ടിവേഷൻ ഒന്നും ആവശ്യം വരില്ല. പണ്ട് ഞാനും എക്സ്റ്റേണൽ മോട്ടിവേഷനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരാളാണ്. അതായത് എനിക്ക് എന്തെങ്കിലും ഒരു വീഡിയോ കണ്ട് ഒക്കെ അങ്ങനെ ഒരു മോട്ടിവേഷൻ കിട്ടിയാലേ ഞാൻ തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. തുടങ്ങിയാൽ തന്നെ അത് ഇൻറ്റൻസ് ആയിട്ട് തുടങ്ങുകയും ചെയ്യും, പയ്യെ അതങ്ങ് കെട്ടറിഞ്ഞ് പോവുകയും ചെയ്യും. സോ ആ ഒരു ഹാബിറ്റ് മാറ്റി നിങ്ങൾ പ്രത്യേകിച്ച് മോട്ടിവേഷൻ ഒന്നുമില്ല, ഇതെൻ്റെ ഒരു ജോലിയാണ് എന്ന് വിചാരിച്ചങ്ങ് പഠിക്കുക. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് മോട്ടിവേഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്തത്, നിങ്ങൾ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യണം. ട്രാക്ക് ഇൻ ദ സെൻസ്, അതിനൊരു ട്രാക്കർ, ഞാനിപ്പോൾ YPT ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് കാണണം ഓരോ ദിവസത്തെയും നിങ്ങളുടെ ഒരു ഗ്രാഫ്. ഓക്കെ, ഇന്ന് ഞാൻ ഇത്രയായിരുന്നു, നാളെ ഇത്രയായി, പിന്നെ ഇത്രയായി. അത് നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കൺസിസ്റ്റൻസി ഇറ്റ്സ് നോട്ട് ലൈക്ക് എന്താ പറയുക, ഇന്ന് ഇത്രയായി, ഇന്ന് ഇത്ര പോയി, പിന്നെ ഇത്രയും ഗ്യാപ്പ് വന്നു, പിന്നെ ഇത്ര വന്നു, അങ്ങനെയല്ല. കൺസിസ്റ്റൻസി ഇങ്ങനെ ഒരു ഗ്രാഫായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. അത് നിങ്ങൾക്ക് YPTയിലൊക്കെ കറക്റ്റ് കാണിക്കും. നിങ്ങൾ രാവിലെ ലോഗിൻ ചെയ്യുന്ന ടൈം ഏതാണ്, ലോഗൗട്ട് ചെയ്യുന്ന ടൈം ഏതാണ്, ഏത് സമയമാണ് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ YPT സജസ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ, നിങ്ങൾ പ്രോഗ്രസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് ചെയ്യാനുള്ള ഒരു ആവേശം കൂടും. ഓക്കെ, അപ്പം നല്ലൊരു ആപ്പാണ് YPT. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിങ്ങൾ ട്രാക്ക് ചെയ്ത് തുടങ്ങാം. ഓക്കെ, മൂന്നാമത്തത്, നമ്മുടെ പഠന സമയം നമ്മുടെ റുട്ടീനായിട്ട് മാച്ച് ചെയ്യണം. അതായത് നിങ്ങളൊരു ഏർലി ബേർഡ് ആണെങ്കിൽ നിങ്ങൾ രാവിലത്തെ റുട്ടീൻ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊണ്ടുവരണം. രാവിലെ എണീക്കുന്നു, കുറച്ച് സമയം ഫ്രഷ്നപ്പ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളൊരു നൈറ്റ് ആണെങ്കിൽ രാത്രി നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ റുട്ടീൻ, അതായത് ഈവനിങ് നിങ്ങൾ ഭക്ഷണമൊക്കെ നേരത്തെ കഴിച്ച് ഡൈജഷനൊക്കെ അത്യാവശ്യം ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു വാക്കിങ്ങിനൊക്കെ പോയി എന്നിട്ട് വേണം പഠിക്കാനിരിക്കാൻ. അല്ലാതെ നമ്മൾ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് പഠിക്കാനിരുന്ന് ഉറങ്ങിപ്പോകും.
ഏർലി മോർണിംഗും അങ്ങനെ തന്നെ. നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലും കൂടി ഒന്ന് അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. നമ്മളെ ഫുഡ് ഹാബിറ്റ് ആയിക്കോട്ടെ, നമ്മുടെ ബോഡിയുടെ മൂവ്മെൻറ്റ്സ്, പിന്നെ നമ്മൾ മെൻ്റലി ഓക്കെ ആയിരിക്കണം. അതിനെക്കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. അത് ഞാൻ ആലോചിക്കുന്നുണ്ട്. ബിക്കോസ് ഞാനൊരു ഫേസ് കൂടി കടന്നു പോയതുകൊണ്ട് അത് കുറച്ച് അധികം പറയാനുണ്ട്. ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. സോ ഇത്രയാണ് കൺസിസ്റ്റൻസിയുടെ കാര്യം എനിക്ക് പറയാനുള്ളത്. ഇതൊരു വലിയ സംഭവമല്ല. നിങ്ങളുടെ ലൈഫിനെ ഒരു റുട്ടീനാക്കി മാറ്റി കഴിഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ കൺസിസ്റ്റൻസി ഇല്ലാത്ത അവസ്ഥ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നോക്കാം. അതായത് നമ്മൾ ഒരു ദിവസം ഇപ്പോൾ പനിയൊക്കെ വന്ന് റെസ്റ്റ് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഈ 21 ഡേയ്സ് ചാലഞ്ച് വന്നപ്പോൾ ഞാൻ 2 ഓഫ് ഡേയ്സ് അതിലെടുത്തിട്ടുണ്ട്. ബട്ട് അതിനർത്ഥം ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആ ഓഫ് ഡേക്ക് ശേഷം ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, അങ്ങനെയല്ല. നമുക്ക് വയ്യാതായ നമ്മളെ ബോഡി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, റെസ്റ്റ് എടുക്കാം, ഇതിലൊരു തെറ്റുമില്ല. പക്ഷേ റീസ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. പിന്നെ ഒരു 6 ഡേയ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ വീക്കെൻഡിൽ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും എന്താ പറയുക, ഇപ്പോൾ ഒരു ലെഷർ ടൈം നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ കൊടുക്കുന്നില്ലേ ലെഷർ ടൈം, ചീറ്റ് ഡേയിൽ, അതുപോലെ ഒരു ലെഷർ ടൈം കൊടുക്കാം വീക്കെൻഡിൽ. അത് നിങ്ങൾ അത്രയും പ്രൊഡക്റ്റീവ് ആണ്, അത്രയും ദിവസം കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു റിവാർഡ് പോലെ കൊടുക്കാം. ഓക്കെ. സോ അത് ട്രൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ റുട്ടീൻ അല്ലെങ്കിൽ നിങ്ങളുടെ പാറ്റേൺസ് ഒക്കെ അനലൈസ് ചെയ്ത് ഏത് സ്ഥലത്താണ് നിങ്ങൾക്ക് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നിർത്തുന്നത് എപ്പോഴാണെന്നൊന്ന് അനലൈസ് ചെയ്യാം. അതായത് നിങ്ങളെ തന്നെ ഒരു തേർഡ് പേഴ്സൺ വ്യൂവിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുന്നത്, അല്ലെങ്കിൽ ഏത് പാറ്റേൺ വരുമ്പോഴാണ് നിങ്ങൾ നിർത്തി പോകുന്നത് എന്ന് അനലൈസ് ചെയ്തിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ. മൂന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ഒരു പിയർ ഗ്രൂപ്പ് എപ്പോഴും ഉണ്ടാവുന്നത് നല്ലതാണ്. പിയർ ഗ്രൂപ്പ് ഇൻ ദ സെൻസ് നിങ്ങളെ പോലെ ചിന്തിക്കുന്ന, നിങ്ങളുടെ അതേ ലെവൽ കോമ്പറ്റീറ്റീവ് മൈൻഡുള്ള ഒരാളല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതായത് അവർക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ട്, അവർ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ. YPT ശരിക്കും അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഒരുക്കി തരുന്ന ഒരു ആപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ചുറ്റുമുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളും വർക്ക് ചെയ്യും. ഓക്കെ. അവിടെ വർക്ക് ചെയ്യണം. ഞാൻ പറയാനുള്ള റീസൺ 21 ഡേയ്സ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 8 പേരുടെ അടുത്ത് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്തു. ബട്ട് ആകെ എൻ്റെ കൂടെ വർക്ക് ചെയ്തത് ഒരാൾ മാത്രമാണ്. ആൾ നന്നായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ കൂടെയുള്ളവരെ നമ്മളൊരു ഹെൽത്തി കോമ്പറ്റീറ്റീവ് ആയിട്ട് കാണാം, ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ആ ഒരു കോമ്പറ്റീഷൻ മൈൻഡിൽ നമ്മൾ മുന്നോട്ട് പോകണം. ഇന്ന ആൾ ഇത്ര പഠിക്കുന്നുണ്ട്, നമ്മൾ അത്ര തന്നെ കട്ടക്ക് എത്തണം എന്നുള്ള രീതിയിൽ തന്നെ നോക്കാം. നെഗറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള പീപ്പിൾസ് നിങ്ങളെ ചുറ്റും ഉണ്ടെങ്കിൽ അവരെ കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതായത് നിങ്ങളെ തളർത്തുന്ന, നിങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് പറയുന്ന അങ്ങനത്തെ ആൾക്കാരുമായിട്ടൊന്നും ഇൻട്രാക്ട് ചെയ്യാതിരിക്കുക. അറ്റ്ലീസ്റ്റ് നമ്മുടെ എക്സാം കഴിയുന്നവരെയെങ്കിലും. സോ ആ ഒരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ. പോസിറ്റീവ് മൈൻഡഡ് പീപ്പിളുടെ ഒരു ഗ്രൂപ്പ് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. സോ നമ്മൾ YPT ലോഗിൻ ചെയ്യാം. അതിൽ അധികം ആൾക്കാരില്ല, എന്നാലും YPTയിൽ ഒത്തിരി ഗ്രൂപ്പ്സ് അവൈലബിൾ ആണ്, ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട്. സോ അത് ചെയ്യാം. പിന്നെ YPTയിൽ ഞാൻ ചാലഞ്ചസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആ ചാലഞ്ചിനെ കുറിച്ച് ഞാനൊരു വീഡിയോ വേറെ ചെയ്യാം. സോ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ കൺസിസ്റ്റൻസി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടിപ്സ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ലോങ് ഹവേഴ്സ് ഇരിക്കുമ്പോൾ, അതായത് 1.5 അവർ വരെയൊക്കെ ഒരു മണിക്കൂർ വരെയൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റും. അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്ത് ഒന്ന് നടന്നൊക്കെ വന്ന് അല്ലെങ്കിൽ വെള്ളം കുടിച്ചൊക്കെ വരാം. പക്ഷേ സ്ക്രോൾ ചെയ്യാൻ നിൽക്കരുത്. കാരണം ഈ ഫോൺ നമ്മുടെ സമയം നമ്മൾ അറിയാതെ തന്നെ എടുക്കും ഒത്തിരി സമയം. പിന്നെ ഈ ഫോണിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്നത് നമ്മളെ തിങ്കിങ് പാറ്റേൺസ്, അതായത് പെട്ടെന്ന് നമുക്ക് ചിരിക്കുന്ന കാര്യങ്ങൾ വരും, പെട്ടെന്ന് ചിലപ്പോൾ വിഷമിപ്പിക്കുന്ന റീലായിരിക്കും വരിക. സോ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മൈൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്തിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ആവും. ഓക്കെ. സോ നമ്മൾ മൈൻഡിന് പ്രഷർ ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. സോ പഠിക്കാനിരിക്കുന്ന സമയത്ത് ലെഷർ ടൈം ഉണ്ടല്ലോ, അന്ന് നിങ്ങൾ ഇഷ്ടമുള്ള മൂവി കണ്ടോളൂ, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. ലെഷർ ഡേ ഈസ് ഫോർ നിങ്ങൾക്കതൊരു നിങ്ങൾ തന്നെ കൊടുക്കുന്ന റിവാർഡാണ്. അല്ലാത്ത ദിവസങ്ങളൊക്കെ പരമാവധി റീൽസ് കുറയ്ക്കുക. അത് നിങ്ങളെ ഫോക്കസ് സ്പാൻ കുറയ്ക്കാനും ഒക്കെ റീസണാണ്. സോ സ്ക്രോളിങ് ഒഴിവാക്കിയിട്ട് ബ്രേക്സിൽ അധികവും എന്തെങ്കിലും നല്ല ആക്ടിവിറ്റീസ്, പാട്ട് കേൾക്കാം, ചുമ്മാ നടന്നു വരാം, ഒന്ന് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യാം. കഴുത്തിനൊക്കെ പെയിൻ വരുമ്പോൾ അങ്ങനെ വേണം, ഒരു കാറ്റൊക്കെ കൊണ്ടുവരാം. ഇങ്ങനെ നമ്മളുടെ അടുത്ത് തന്നെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സമയമായിട്ട് ഈ ഇടവേളകളെ കണക്കാക്കുക. ഓക്കെ. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചുമ്മാ കേട്ടാൽ പോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഒരു 30 മിനിറ്റ്സ് ബുക്ക് എടുത്തിട്ട് വായിക്കാം. അല്ലെങ്കിൽ ഇന്ന് ഒരു 30 മിനിറ്റ്സ് എടുത്തിട്ട് അടുത്ത വീക്കിലേക്ക് എന്തൊക്കെ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുക. അതിനനുസരിച്ച് കുഞ്ഞു കുഞ്ഞു മൈക്രോ പ്ലാൻസ് ഓരോ ദിവസം ഉണ്ടാക്കി കവർ ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ. സോ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇത് കേട്ട് ചുമ്മാ പോയിരുന്ന് ഒരു ദിവസം പഠിച്ച് പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞ് പിന്നെ നിർത്തി, അങ്ങനെ ആവരുത്. സോ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇതുവരേക്കും സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ഓക്കെ. ബൈ.